അവിടെ ആരും ഇല്ല. അല്ല അവിടെ ആരും ഇല്ല. ഇനി അവിടെ കിടന്ന് തോന്നിയാണല്ലേ? എനിക്കും തോന്നിയായിരുന്നു അവിടെ. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ എന്തിനെ? എന്താണ് നിന്റെ ഉദ്ദേശം? 5 വർഷം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. പുതിയ എഗ്രിമെന്റ് പ്രകാരം ഇനിയും കൊണ്ട് 9 മാസം, 2 മാസേ ആയിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഇറങ്ങി തരും. അതിന് മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് ആരും വിചാരിക്കാൻ വേണ്ട. ഞാൻ ഇറങ്ങി പോവേയില്ല. എടാ നീ എന്താണ് നീ ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് മാറണം, എനിക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. എടാ ഇവിടെ യക്ഷി ശല്യമുള്ള സ്ഥലമാണെന്ന്. ഒന്ന് പോടോ അവിടുന്ന്. ഇവിടെ യക്ഷിയും പ്രാവും ഭൂതമൊന്നുമില്ല. ഇവിടെ തെക്കിനിലെ തമിഴത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടത്. എന്നാ 2 കസേര എടുത്ത് പുറത്തോക്കി ഇടുക. എന്നിട്ട് നിങ്ങൾ യക്ഷികൾ അവിടെ പോയി സംസാരിക്കും. എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും? എടാ ഞാൻ ഒരു കാര്യം പറയാം. മേപ്പാടൻ അറിയോ നീ? മേത്തുപാടുള്ള ആളാണോ? എടാ നമ്മളെയൊക്കെ പോലെയുള്ളവർ ഈ പ്രേതങ്ങളെ ഒഴിപ്പിച്ച് അതുങ്ങൾ ജീവിച്ചു പോകുന്ന ടീമുകളാണ്. അവരെ നമ്മൾ എന്തിനാ വെറുപ്പിക്കണത്? കൂലിപ്പണിക്ക് പോകാൻ പറയണം. ആവശ്യമില്ലാത്ത പ്രേതങ്ങളെ പറയാൻ നടക്കാതെ കൂലിപ്പണിക്ക് പോകാൻ പറയാം. ഇതിലേക്ക് കൂടാ. എടോ എന്റെ വീട്ടിലാകെ പ്രശ്നമാണ്. എടോ ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രേതം ഇല്ലടോ. എടോ ആ മരം കണ്ടാ നീ? കണ്ട്. അവിടെയാണ് ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചത്. അതിന് ആ പ്രേതമാണ് ഇവിടെ കൂടിയിരിക്കണം. എന്റെ പൊന്നു സുഹൃത്തെ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രേതത്തിനെ പോയിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അറിയാമോ? കണ്ടിട്ടില്ല. ഇല്ല. നീ ഇവിടെ പോകില്ല. എഗ്രിമെന്റ് കാലാവധി തീരാതെ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. നീയായിട്ട് അനുഭവിക്കും കേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കയറുന്നേ ഒരു ഫോട്ടോ എടുത്തേക്കട്ടെ. ഫോട്ടോ എടുത്ത് എന്തായാലും നീ തീരും ഇന്ന് രാത്രി. അപ്പൊ നിനക്ക് നാളെ ഒരു ഫ്ലെക്സ് വെക്കാനായിട്ടാണ് സുഹൃത്തെ. കേട്ടാ ഒരു വിശ്വാസം ഇല്ലാത്തവൻ ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന മണ്ടന്മാര് കാണും. പക്ഷേ എന്നെ ആ ഗണത്തിൽപ്പെടുത്തരുത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതുമായിരിക്കും ഇവിടെ കിടക്കണം. എനിക്കാണ് യക്ഷി. യക്ഷിയുണ്ട്, പ്രേതമുണ്ട്. എന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നടക്കണ കാര്യമല്ല. കാണിച്ചുതരാം. കേട്ടാ കുറെ കാലമായിട്ട് ഞാൻ സൈക്കിൾ അടി. അയ്യോ ഞാൻ യക്ഷിയാണ്. യക്ഷിയല്ല, ഏത് കക്ഷിയാണെങ്കിലും കുഴപ്പമില്ല. അടി. അല്ല ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയിലാണ്, അടിക്കാൻ പറ്റൂല. നമ്മൾ രണ്ടുമില്ല, വേറെ ആരും ഇല്ലല്ലേ. അടി. ഞാൻ ആരുടെയും പറയൂല. അടിക്കട്ടാ. അടി. അടി അടി. നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? വന്നിട്ട് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. അതിന് നിനക്ക് എന്നെ കൊല്ലണോ? അല്ല ഞാൻ യക്ഷി. ഞാൻ ഇവിടെ 5 കൊല്ലമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. എന്റെ ദുഃഖം വല്ലതും നിനക്കറിയാമോ? വീട്ടുകാർക്ക് എന്നെ വേണ്ട. ഉണ്ടായിരുന്ന കാമുകി തേച്ചിട്ട് പോയി. നാട്ടുകാർ മുമ്പ് ഞാൻ കള്ളൻ കരടാണ്. എന്റെ ജീവിതം പറഞ്ഞോണ്ടിരിക്കുന്നു. നീ ഇവിടെ കിടന്ന് ഞാൻ മിണ്ടിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന സംസാരിക്കണതിന് ചുമ്മാ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ മലയാളത്തിൽ സംസാരിച്ചോണ്ടിരുന്നേ. അതിന്റെ ഇടയിൽ കയറി സംസാരിക്കണം. ഞാൻ പച്ച മലയാളത്തിലുള്ള സംസാരിച്ചോണ്ടിരുന്നു. അല്ലേ സോറി 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 സോറി. ഞാൻ അല്പം ഞാൻ അല്പം വിട് 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 വിട്. ഞാൻ അല്പം ഇമോഷണലായി പോയി. ഇത് പിടി അടി അടി. നമ്മൾ ഇന്ന് സത്യം പറഞ്ഞ എന്റെ മുമ്പ് വന്നതാണ് സംസാരം. അടി. അത് പറഞ്ഞാലും നീ சொன்னது സത്യം ശരി. അതിലിരിക്കണ്ട ന്യായം. എനിക്ക് നിന്നെ കൊല്ലും. എനിക്ക് നിന്റെ രക്തം വേണം. ഇത് പ്രശ്നം എന്താണ്? എനിക്ക് നിന്റെ രക്തം വേണം. രക്തം വേണം. രക്തം തരാം. അതിന് മുമ്പ് കട്ടയ്ക്കൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ കൃത്യമായ ഉത്തരം എനിക്ക് തരണം. കള്ളം പറയരുത്. രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെക്കൂടെ അടിക്കുന്നു, അതോ ഒരു പെക്കൂടെ അടിച്ചിട്ട് രക്തം കുടിക്കുന്നു? ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിക്കുന്നു, അതോ ഇത് കുടിച്ചതിന് ശേഷം ഒരു രക്തം കുടിക്കുന്നു? എന്താ വേണം പറ. കാര്യം എന്താ സംഭവം എന്ന് പറയാം.
രക്തം കുടിച്ചതിന് ശേഷമാണ് പെഗ് കുടിക്കുന്നതെങ്കിൽ ഈ ഡൈലൂട്ട് ആവുന്ന ഒരു ചെറിയ വിഷയമുണ്ട്. നേരെ മറിച്ച് ഒരെണ്ണം അടിച്ചിട്ടാണ് രക്തം കുടിച്ചാൽ നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ട് ആഹാരം കഴിക്കൂലേ, ആ ഫീല് കിട്ടും. അതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പൊ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരെണ്ണം അടിച്ചിട്ടാവാ പറയണം. കാര്യം എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അടി കയറ്റി 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 കുറച്ച് കൊള്ളാം, നന്നായിട്ടുണ്ട്. അടി എനിക്ക് നിന്റെ രക്തം വേണം, എനിക്ക് നിന്റെ രക്തം വേണം, രക്തം വേണം. രക്തം താ, എട്. അയ്യോ കുടി തലറങ്ങട്, കുടി തലറങ്ങട്, എനിക്ക് അയ്യോ തലറങ്ങട്, എനിക്ക് തലറങ്ങട്. രക്തം വേണ്ടേ? എനിക്കിതുകൊണ്ട് ഉപയോഗമില്ല. എനിക്ക് രക്തം വേണ്ട. ഞാൻ ഒന്നാം ഒരു തോൽവിയാണ്. കുടിക്കണ കുടി. അല്ല വേണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്റെ അമ്മയെ കാണാൻ, എന്റെ ഭാര്യയെ കാണാൻ, എന്റെ മക്കളെ കാണണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ വേഷത്തില് രാത്രി ഞാൻ വീട്ടിലോട്ട് വിടുമെന്ന് തോന്നുന്നുണ്ട്? അല്ല എനിക്ക് പോണം. ഒരിക്കലും ഇല്ല. ഇന്നത്തെ സാരി നേരെ ഇട്, സാരി നേരെ ഇട്. ആ പ്ലേറ്റ് പിടിക്കാത്ത ആ പ്ലേറ്റ് ഒക്കെ. അല്ല എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഈ രാത്രി എങ്ങോട്ടും പോണ്ട. ഒന്നാമത് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരുത്തനാ. എന്റെ മുമ്പ് 10 മിനിറ്റെങ്കിലും വന്നു നിന്ന് നിങ്ങളാണ്. ഇന്നൊരു ദിവസം എന്റെ കിടന്നിട്ട് പോയി. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. ഒരു പേടി അതല്ല, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ ഞാൻ മൂർക്കം വലിക്കും. അത് കുഴപ്പമില്ല. കാലിന്റെ അറ്റത്ത് 2 വെളുത്തുള്ളി കെട്ടി വെച്ചാൽ ആ ജനലിന്റെ കമ്പി പിടിച്ചോണ്ട് കിട. എന്തിന്? ഞാൻ തന്നെ ഫാൻ 5-ൽ പോവാണ്. പറന്ന് ജനൽ വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ എടുത്തോണ്ട് വരാം. അതുകൊണ്ട് പറ. ആ പുതപ്പ് മൂടിക്കട. എന്താ ആ പുതപ്പേ അങ്ങോട്ട് പിടിച്ച് മൂടിക്കട. കൊതുവിന്റെ ശല്യമുണ്ട്, രക്തം കുടിക്കും. അയ്യ എനിക്ക് രക്തമില്ല. പിന്നെ അല്ല പിന്നെ അതെ ഇവിടെ യക്ഷിയുണ്ടാ? ഇവിടെ തേങ്ങ ഉണ്ട്, അങ്ങോട്ട് തിരിഞ്ഞെടുത്ത് ഉറങ്ങാം. ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല. പ്രേതം പ്രേതം ഇത് സംഭവം എന്താന്ന് പറ. അല്ല നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലടാ. എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന്. എന്തായാലും സംഭവിച്ചായിട്ട് എനിക്ക് തോന്നിയല്ല. അത് വേറെ തോന്നല് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും വന്നല്ലേ ചായയും കുടിച്ചിട്ട് പോയത്. അതെ 2 ചായ എടുത്തു. ഇവിടെ ഒരാളൂടെ ഉണ്ട്. എന്താ വാ വാ ചായ എടുത്തോ. വാ എടാ പങ്ക, ഇത് എങ്ങനെയാണോ ഇത്? അല്ല പുള്ളി 2 പെഗും തന്ന് ഞാൻ എന്റെ ക്യാരക്ടർ വിട്ടുപോയി. അപ്പൊ നിനക്ക് ഇവിടെ ഒഴിഞ്ഞു പോവാൻ പ്ലാൻ ഇല്ലേടാ? ഇല്ലേ ഇല്ല.